സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് നിറഞ്ഞ സ്വാഗതം. അവിടുന്ന് മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് തക്കവിധം പ്രതിഫലം നൽകുന്നു എന്നാണ് വചനം പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് നല്ല പ്രതിഫലം നൽകാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ ഒരുക്കാൻ, നമ്മുടെ പ്രവൃത്തികളെ ഉയർത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. സങ്കീർത്തനം 20:4 അവിടുന്ന് നിന്റെ ഹൃദയ അഭിലാഷങ്ങൾ സാധിച്ചു തരട്ടെ, നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും പ്രയത്നങ്ങളും അതിനെല്ലാം പ്രതിഫലം നൽകി നമ്മെ മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ദൈവത്തെ തിരിച്ചറിയുക, ഈ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയ അഭിലാഷങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതിനോട് ചേർന്ന് നാം അധ്വാനിക്കുമ്പോൾ തീർച്ചയായും പ്രതിഫലം നൽകി മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആ ഉറച്ച ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഈ പരിശുദ്ധ വചനം കേൾക്കുന്ന എല്ലാവരെയും അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. ഓക്കെ രാജായി, അപ്പൊ നമുക്ക് ഒരു ദൈവസ്തുതിയോടുകൂടി തുടങ്ങാം അല്ലേ? തീർച്ചയായും തീർച്ചയായും. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നീതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നീതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരെൻ കൊച്ചു പാപങ്ങൾ പോലും നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരിൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകി മേലിൽ പുണ്യപ്രവർത്തികൾ ചെയ്യാൻ ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നീതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നീതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. നമ്മളിപ്പോൾ ഇവിടെ ആലപിച്ച ഗാനം ഞാനുറങ്ങാൻ പോകും മുൻപായി എന്ന ഈ ഗാനം വളരെ അതിമനോഹരമായ ഗാനം ക്രിസ്തീയ കുടുംബങ്ങളിലെല്ലാം
പാടിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അല്ലേ പ്രത്യേകിച്ചും അതെ നമ്മൾ അതെ. പാടിക്കൊണ്ടിരുന്ന ഒരു ഇതിനൊരു ഇപ്പോൾ ഇത് ഇവിടെ പാടാൻ ഒരു പ്രത്യേകതയുള്ളത്, ഇത് ജോമാഷ് ചെയ്ത പാട്ടാണ്. നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ ഇന്ന് അതിഥിയായിട്ട് എത്തുന്നത് ജോ മാഷ്ടെ മകനായ അജയ് ജോസഫാണ്. യെസ്, അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഗാനം അല്ലേ അതെ. പ്രാരംഭഗാനമായിട്ട് തെരഞ്ഞെടുത്തത് തന്നെ. അതെ, പ്രായമുള്ളവർക്കൊക്കെ ഈ ഗാനം കേൾക്കുമ്പോൾ വളരെയേറെ ദൈവത്തോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു ഗാനമാണ് എന്നതിൽ തർക്കമില്ല. അതെ, നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ ഇന്ന് അതിഥിയായിട്ട് എത്തുന്നത് ഗായകനും സംഗീത സംവിധായകനും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ജോബ് സാറിൻ്റെ മകനുമായ ശ്രീ അജയ് ജോസഫ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അജയ് ജോസഫ് പ്രശസ്ത സംഗീത സംവിധായകൻ ജോബ് മാസ്റ്ററിൻ്റെയും ഭാര്യ ഗ്രേസിൻ്റെയും മൂത്ത മകനായി കണ്ണൂർ ജില്ലയിൽ ജനനം. കളമശ്ശേരി ഗവൺമെൻറ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സെൻറ് പോൾസ് കോളേജിൽ നിന്ന് ബിരുദം. വളരെ ചെറുപ്പം മുതൽ പിതാവിൻ്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. MCODS പുറത്തിറക്കിയ തിരുവോണത്തെന്നൽ എന്ന ആൽബത്തിലെ ജി വേണുഗോപാൽ ആലപിച്ച കൈതപ്പൂ മണമുള്ള എന്ന ഗാനത്തിന് ഈണമൊരുക്കി സംഗീത ലോകത്തേക്ക് കടന്നുവന്നു. പിന്നീട് ഏകദേശം 150ഓളം ഗാനങ്ങൾക്ക് സംഗീതം നൽകുവാൻ സർവശക്തൻ വഴിയൊരുക്കി. അഞ്ചിൽ ഒരാൾ തസ്കരൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കി സിനിമാ രംഗത്ത് ശ്രദ്ധേയനായി. നിലവിൽ 9ഓളം സിനിമകളിലെ ഗാനങ്ങൾക്ക് സംഗീതം ഒരുക്കുവാനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2022 എ ഡ്രാമാറ്റിക് ഡെത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയതിന് JC ഡാനിയൽ ഫൗണ്ടേഷന്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സത്യജിത്ത് റായ് ഫൗണ്ടേഷന്റെ നവാഗത സംഗീത സംവിധാനത്തിനുള്ള പുരസ്കാരം, GK പിള്ള സ്മാരക ഫൗണ്ടേഷൻ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം തുടങ്ങിയവ ഇദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. ആദ്യ കുർബാന സ്വീകരണ വേളയിൽ ആലപിക്കുന്ന പുലരെ എന്നും കുരിശുപള്ളിയിലെത്തും എന്ന ഗാനവും മൃദുല വാര്യർ ആലപിച്ച പുലരിയിൽ വിരിയും സുമം എന്ന പ്രാർത്ഥനാ ഗാനവും ഈ കൈകളിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. ഭാര്യ റോസ്, മകൻ അമൽ ജോസഫ് എന്നിവരോടൊപ്പം എറണാകുളത്ത് താമസം. സ്വർഗീയ പിതാവിൻ്റെ വരദാനമാണ് ഈ സംഗീതം എന്ന് തിരിച്ചറിഞ്ഞ് അനുദിനം അവിടുത്തെ മഹത്വത്തിനായി സ്തുതികൾ അർപ്പിക്കുന്ന യുവ സംഗീത സംവിധായകൻ അജയ് ജോസഫിന് ഗുഡ്നസ് TVയുടെ ഹാർട്ട് ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ അജയ് ജോസഫ്. പ്രിയപ്പെട്ട അജയ് ജോസഫ് സാറിനോട് ഞങ്ങൾക്ക് ഒത്തിരി ചോദിച്ചറിയാനുണ്ട്. നമുക്ക് അല്പം ഇരുന്ന് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. പ്ലീസ്. ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഹാർട്ട് ഓഫ് ഹെവൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നന്ദി. പ്രിയപ്പെട്ട അജയ്, എന്നാ ഉണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു കാര്യങ്ങളെല്ലാം? വലിയ കുഴപ്പമില്ലാതെ ദൈവം വഴി നടത്തുന്നു. ബൈജി ജോമാഷിന്റെ മകനാണ്. അതെ. ഒത്തിരിയേറെ ഗാനങ്ങൾ, ഹൃദ്യമായ ഗാനങ്ങൾ സംഭാവന ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സംഗീത സംവിധായകന്റെ മകനാണ്. അദ്ദേഹവും ഒരു നല്ല മ്യൂസിഷ്യനാണ്. വളരെ സന്തോഷം. നമുക്ക് ജോമാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമേ അവിടെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല ഗാനങ്ങൾ സിനിമയിലും അതോടൊപ്പം ക്രിസ്ത്യൻ ഡിവോഷണൽ മേഖലയിലും എല്ലാം വളരെ സജീവമായ
സാന്നിധ്യം ഉറപ്പിച്ച ഒരു കാലത്ത് നമ്മുടെ പള്ളികളിലും അല്ലെ ആളുകളൊക്കെ ഒരുപാട് എന്താ പറയാ ഒരുപാട് ഇഷ്ടത്തോടു കൂടി പാടിക്കൊണ്ടിരുന്ന ഗാനങ്ങളാണ് എല്ലാം ഞാൻ തന്നെ. ജോമാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഇടവക ദേവാലയത്തിൽ എടത്വ പള്ളി ഇടവക അംഗമായിരുന്നപ്പോൾ ആ സമയത്ത് കൊയറിൻ്റെ അംഗത്വത്തിലുള്ളപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടായിരുന്നു ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. ആ പാട്ടൊക്കെ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ മാർപ്പാപ്പ വന്നപ്പോൾ കോട്ടയത്തെ മാസില് കമ്മ്യൂണിറ്റി സോങ് ആയിരുന്നു ഇത്. ഈ പാട്ടാ പാടിയിരുന്നത് അല്ലേ? അതൊരു വലിയ അനുഗ്രഹമല്ലേ? അതെ അതെ അതെ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ LED വാളിൽ കാണുന്ന ഈ ഫോട്ടോയിൽ ഒരു കൈക്കുഞ്ഞ് ഇതിനുമായി യേശുദാസ് എടുത്ത് നിൽക്കുന്ന ദാസേട്ടൻ എടുത്ത് നിൽക്കുന്ന ഫോട്ടോയുണ്ട്. അത് ആരുടെയാണ്? അത് എൻ്റെ മകനാണത്. അത് ശരി. ആഹാ. അവൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പച്ചൻ സുഖമില്ലായിരുന്ന സമയത്ത് ദാസേട്ടൻ വീട്ടില് കാണാൻ വന്നതാണ് അല്ലേ? അത് ശരി. ആ സമയത്ത് അവന് കിട്ടിയൊരു ഭാഗ്യമാണത്. അവനിന്ന് 23 വയസ്സുണ്ട് ഇപ്പോ. അതെ 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 അതെ. ഡാഡി മരിച്ചിട്ട് തന്നെ ഇപ്പൊ 19 വർഷം കഴിഞ്ഞു. ഡാഡിയുടെ ഓർമ്മകൾ എന്താണ് അജിക്ക് പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായിട്ടും നല്ല സ്നേഹമുള്ളൊരു പിതാവായിരുന്നു. വീട്ടില് അദ്ദേഹത്തിന് ആരോഗ്യമുള്ളിടത്തോളം കാലം വൈകിട്ട് പ്രാർത്ഥനാ സമയത്ത് ഹാർമോണിയം വായിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പാടി പ്രാർത്ഥിക്കുന്ന ഒരു ഹാർമോണിയം വായിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വായിക്കും. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പാടി പ്രാർത്ഥിക്കുന്ന അതൊരു 3-4 പാട്ടുകളെങ്കിലും അങ്ങനെ ഉൾപ്പെടുത്തും അല്ലേ? അത് ശരി. ഇപ്പൊ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കേൾപ്പിക്കുമായിരുന്നോ പാട്ടുകളൊക്കെ? അദ്ദേഹം അവിടെ വെച്ച് തന്നെയാണല്ലോ കമ്പോസ് ചെയ്യുന്നത്. അത് ശരി. കമ്പോസ് ചെയ്യുന്നത് അത് ചിലപ്പോ ഹാർമോണിയത്തിലായിരിക്കാം. അതല്ലെങ്കിൽ കൂടുതലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് വെച്ചാൽ സിത്താറാണ്. സിത്താറാണ് അദ്ദേഹത്തിന്റെ ശരിക്കും ജീവശ്വാസം എന്ന് പറഞ്ഞാൽ സിത്താറാണ്. ഒരു ദിവസം എങ്ങനെ വന്നാലും മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്യും. എങ്ങനെ വന്നാൽ ചുരുങ്ങിയത് 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും. അതായത് രാവിലെ ഒരു ദിവസം ഞങ്ങളൊക്കെ പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്നത് ഇത് കേട്ടുകൊണ്ടാണ്. അതൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും എന്റെ സംഗീതത്തിന്റെ ബേസ് തന്നെ അതാണെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും എല്ലാ രാഗങ്ങളും തന്നെ അദ്ദേഹം രാവിലെ ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നത് കേട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്കൊക്കെ അത് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അത് തന്നെയാന്ന് തോന്നുന്നു. എല്ലാ രാഗങ്ങളും ഇങ്ങനെ അങ്ങനെയാണ് പ്രധാനമായിട്ടും കയറിയേക്കുന്നത്. ഉറപ്പായിട്ടും. ജോമാഷ് ശരിക്കും എന്താ പറയാ സിസ്റ്റമാറ്റിക്കലി സംഗീതം പഠിച്ചിട്ടുണ്ടോ അതോ? അതെ തീർച്ചയായിട്ടും. അദ്ദേഹം ഒത്തിരി പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഹിന്ദുസ്ഥാനി അദ്ദേഹം സിംലയിൽ ഒരു ഗുരുനാഥന്റെ അടുത്ത് പോയി 2 വർഷം അവിടെ താമസിച്ച് പഠിച്ച് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഞാനതാ ചോദിക്കാൻ കാരണം ആ കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ ഇവിടെ കർണാട്ടിക് ഇവിടുത്തെ തന്നെ പല ആശാന്മാരുടെ അടുത്താണ് പഠിച്ചിരുന്നത്. പിന്നെ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഒരു ജിതേന്ദ്ര പ്രസാദ് എന്താണ് അദ്ദേഹത്തിന്റെ പേര്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം ഊട്ടിയിൽ ഏതോ ഒരു സ്കൂളിൽ വരുമായിരുന്നു. അപ്പോൾ ആ വരണ സമയത്ത് ഡാഡി ഇവിടുന്ന് ഊട്ടി പോകും. എന്നിട്ട് അദ്ദേഹത്തിന് ഉള്ള 2-3 ദിവസം അദ്ദേഹത്തിന്റെ കൂടി. എന്നിട്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് കാര്യമില്ല, സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വരണം, ഇത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ ഡാഡി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റില്ല. അങ്ങനെ അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് നാട് വിട്ടു. 2 പെങ്ങന്മാരുണ്ടായിരുന്നു, അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. ശേഷം അദ്ദേഹം നാട് വിട്ട് ഈ ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി അവിടെ 2 വർഷം നിന്ന് അദ്ദേഹത്തിന് കൂടെ നിന്നത് പഠിക്കുകയും അതിനുശേഷമാണ് തിരിച്ചിങ്ങോട്ട് വരിക. ഇവിടെ നാടകങ്ങളും സിനിമയും പിന്നെ അതിനുശേഷം ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലേക്കുമൊക്കെ. നമ്മുടെ യുവതലമുറയ്ക്കില്ലാത്ത ഒരു കാര്യമാണ് സമർപ്പണം. അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തി ചെയ്യുക, പഠിക്കുക. അത് മാത്രമല്ല രാജയ, അതായത് അമ്മയുണ്ട്, അമ്മയുടെ കാര്യങ്ങൾ നോക്കി തന്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷമാണ് തന്റെ ഇഷ്ടമായിട്ടുള്ള സംഗീതത്തെ പോലും ആള് സ്നേഹിച്ചിരുന്നത്. പക്ഷെ സെക്കൻഡ് പ്രയോറിറ്റി സംഗീതത്തിനായിരുന്നു. അപ്പോൾ ആ ഒരു സമർപ്പണം, അതിനുവേണ്ടിയുള്ള ഡെഡിക്കേഷനാണ് അദ്ദേഹത്തെ കൂടുതൽ നല്ല നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പിറക്കാനിടയായത് അല്ലേ? എന്നാലും സംശയമില്ല. എനിക്ക് തോന്നുന്നു മാഷ് നല്ല സിനിമാ ഗാനങ്ങൾ അദ്ദേഹത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, നമ്മുടെ അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റ്. അത് ശരി. അതിന്റെ 4 വരി ഒന്ന് പാടാമോ?
തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു അത് ഒത്തിരി തവണ ആളുകളൊക്കെ പാടിയിട്ടുള്ളത്, അത് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ്. എങ്കിലും ഇത് ജോമാഷ ചെയ്തിരിക്കുന്നെന്നുള്ളത് പലർക്കും അറിയില്ല. ഈ പാട്ടിന്റെ സംഗീത സംവിധായകൻ. കാരണം അന്നത്തെ കാലത്തൊന്നും ഇങ്ങനെ പോലുള്ള ഡിസ്കോ അല്ലെങ്കിൽ ഇങ്ങനെ സംവിധാനങ്ങൾ ഇല്ലല്ലോ. അതിന്റെ ഇന്നും ആർക്കും അറിയില്ല ഇത് ആര് ചെയ്തതാണെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവാണ് ആയിരിക്കും ഈ പാട്ട് ചെയ്ത ജോമാഷ എന്ന്. അതിന്റെ ഒരു 4 വരി അങ്ങും ഒരു നല്ല ഗായകനാണല്ലോ. പാടാം. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം അല്ലേ? ശരിക്കും ഉറപ്പായിട്ടും ഇന്നും സംഗീത പ്രേമികള് മലയാളികളെല്ലാം നെഞ്ചിലേറ്റിയ ഒരു ഗാനമാണ്. അതുപോലെ തന്നെ ജോമാഷിന്റെ ഒരു പിടി നല്ല ക്രിസ്ത്യൻ ഡിവോഷണൽ ഗാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പാടിയ പാട്ടുകള്. അതോടൊപ്പം മറ്റ് ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? അതെ, പണ്ട് ഒത്തിരി ആദ്യകാലം മുതൽ ഒത്തിരി പാട്ടുകൾ ഉണ്ട്. അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ തന്നെ എഴുതി മലയാളത്തിൽ തന്നെ ട്യൂൺ ചെയ്ത ആദ്യത്തെ ഒരു ഗാനസമാഹാരമാണ് സ്വർഗ സന്ദേശം എന്ന് പറഞ്ഞ സ്വർഗ സന്ദേശം. അതിനകത്തൊരു 10 പാട്ടുകൾ ഉണ്ട് അതിനകത്ത്. അതെല്ലാം ചെയ്തിരിക്കുന്നത് ജോബ് ആൻഡ് ജോർജ് എന്നുള്ള പേരിൽ അപ്പൻ്റെ ഒരു പാർട്ട്ണർ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ജോബ് ആൻഡ് ജോർജ്. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ആ ഗാനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് അത് വരികളെല്ലാം എഴുതിയിരിക്കുന്നത് വർഗീസ് മാളിയേക്കൽ എന്ന് പറഞ്ഞ ഈ 10 പാട്ടിന്റെ. അപ്പൊ അതിനകത്ത് അതിൽപ്പെട്ട ഒരു ഗാനമാണ് ഞാനുറങ്ങാൻ പോകും മുൻപാ നിനക്കേകുന്നിതാ നന്ദി നന്നാ. ഈ പാട്ട് പിന്നീട് ഇത് പള്ളികളിലോ എവിടെയോ കേട്ടിട്ട് സംവിധായകൻ ശശികുമാർ അദ്ദേഹത്തിന്റെ തൊമ്മന്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമയില് ആ പാട്ട് ചേർക്കാനായിട്ട് അദ്ദേഹം ചോദിച്ചു. അങ്ങനെ അത് കൊടുത്തു. അങ്ങനെ തൊമ്മന്റെ മക്കളുടെ ബാക്കി പാട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത് ബാബുരാജ്, മ്യൂസിക് ഡയറക്ടർ ബാബുരാജാണ്. ഇത് മാത്രം ജോബ് ആൻഡ് ജോർജ് എന്നുള്ള ആ ഒരു ഇതില്. അപ്പൊ അങ്ങനെ അത് എന്നിട്ട് അത് അന്ന് സിനിമയ്ക്ക് വേണ്ടി അന്ന് ജാനകി അമ്മ പാടി. വീണ്ടും പാടി. അല്ല, അതാണ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്വർഗ സന്ദേശം എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഒരു ബുക്ക് ആക്കിയിട്ട് അതിനകത്ത് നൊട്ടേഷൻസ് എല്ലാം എഴുതി ഒരു ഡോക്യുമെന്റ് അറിയണവർക്ക് ഡോക്യുമെന്റ് ആക്കി വെച്ചത്. അന്നത്തെ കാലത്ത് റെക്കോർഡ് ചെയ്യാനൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഇവർ പോയി പഠിപ്പിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും, പള്ളികളിലും മഠങ്ങളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലും, നമ്മൾ ക്രിസ്തീയ കത്തോലിക്ക സ്ഥാപനങ്ങളിലൊക്കെ ഇവർ പോയി പഠിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തും കോഴിക്കോടും. ഈ പാട്ട് ഫേമസ് ആവുന്നത് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് പ്രചരിക്കുന്നത് ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം അല്ലല്ലോ അല്ലേ? അല്ല. ഇത് പ്രചരിക്കുന്നത് സത്യത്തിൽ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും, പല ഹോസ്റ്റലുകൾ, പല ആശുപത്രികളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ പാട്ട് വെക്കുന്നവരുണ്ട്. ഇപ്പോഴും നമ്മുടെ വടുതല ഡോൺ ബോസ്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഈ പാട്ട് 8 മണിക്ക് ചെന്നാൽ നമുക്ക് ഈ പാട്ട് അത് ജാനകിയമ്മ പാടിയ ഒറിജിനൽ ട്രാക്ക് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത് അല്ലേ? ഞങ്ങളുടെ വീട്ടില് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാടുന്നൊരു പാട്ടാണ് കാരണം അത് വല്ലാത്ത അർത്ഥവും വളരെ അതിനനുസരിച്ചൊരു സംഗീതവും. എനിക്ക് തോന്നുന്നു കൂടുതൽ മിക്ക ഭവനങ്ങളിലും ക്രിസ്തീയ കുടുംബങ്ങളില് ഒരു കാലത്ത് നല്ലോണം പാടിയിരുന്നു ഈ പാട്ട്. ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു കാലത്ത് ശരിക്കും മറ്റു പാട്ടുകൾ അതിനകത്ത് തന്നെയുള്ള ഒരു നിന്നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു ദൈവമേ, അങ്ങനെ ഒരു പാട്ട്. പിന്നീട് ഈ നിത്യസഹായ മാതാവിന്റെ നൊവേനക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. നിത്യസഹായ മാതാവിന്റെ നൊവേനയ്ക്ക് വേണ്ടി തന്നെ ചെയ്തേക്കുന്ന ഒരു പാട്ടാണത്. നിന്മക്കൾ ഞങ്ങൾക്കായി ഈ പാട്ട് പാടാത്ത അറിയാത്ത കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവില്ല. കാരണം അത്ര നൈർമല്യത ഈ ഗാനത്തിലുണ്ട്. ഒരു ഭയങ്കര രസവും സുഖവും സുഗന്ധവും ഈ ഗാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കൊണ്ട് പൊതിയപ്പെടുന്ന ഒരു ഗാനമാണ്. അരൂപിയുള്ള ഗാനമാണ്. ഈ ഗാനം പാടുമ്പോഴല്ല, നമ്മളിപ്പോ ഇതിനു മേൽക്ക് ഒത്തിരി പാട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇന്നും ഈ ഗാനം പാടുമ്പോൾ പരിശുദ്ധമ്മയുടെ സാന്നിധ്യ നിറവ് അനുഭവിക്കാൻ
പറ്റുന്ന ഒരു ഗാനമാണ്. ഇപ്പോഴും പാടുന്നുണ്ടല്ലോ അല്ലെ ഉണ്ട്, നൊവേനകളിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. അത് നിത്യാവതായ മാതാവിന്റെ നൊവേനകളിൽ മിക്കവാറും പള്ളികളിലൊക്കെ ഇത് തന്നെ, ഈ പാട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അടുത്ത് പിന്നെ മറ്റൊരു ഗാനം. പിന്നെ മറ്റൊരു ഗാനം, കാറ്റേ ഓ. കടലേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ, മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. വാ. അല്ല ഇതൊന്നും ജോമാഷാണ് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് ഇതൊരു വലിയ മുതൽക്കൂട്ടാണ്. കാരണം കേൾക്കുന്ന പ്രേക്ഷകർ, നമ്മുടെ ഗുഡ്നസ് ടി വിയുടെ ഓഡിയൻസിന് ഒരു പുതിയ അറിവാണ്. തീർച്ചയായും അനേകര് ഇത് കാണാൻ, അറിയുവാൻ ഇടവരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വലിയ മുതൽക്കോട്ടാണ്. ഈ പാട്ടിന് ഒരു ചെറിയൊരു സ്റ്റോറി കൂടി ഉണ്ട്. പറയൂ. അതായത് ഇത് പാട്ട് സത്യത്തിലൊരു നമ്മളുടെ ഒരു സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത്. നെൽസൺ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞൊരു നാടകക്കാരുണ്ട് കൊച്ചിയിൽ. അദ്ദേഹത്തിന്റെ നാടകത്തിന് വേണ്ടി എഴുതിയ പാട്ടാണിത്. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു നാടകം. അപ്പൊ ഈ പാട്ടിനെ കുറിച്ച് അറിഞ്ഞിട്ട് നമ്മുടെ മരിച്ചുപോയ ഫാദർ ജോസഫ് മനക്കൽ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. ജോസഫ് മനക്കൽ അച്ഛൻ. അദ്ദേഹം ഈ പാട്ട്, അദ്ദേഹത്തിന് അന്ന് ലിറ്റർജി മ്യൂസിക്കിന്റെ ഒരു ചാർജൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഈ നാടകം കാണാൻ വേണ്ടി വന്ന് ഈ പാട്ട് കേൾക്കും. നാടകം കണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം നെൽസൺ ഫെർണാണ്ടസിനോട് ചോദിച്ചു, ഞങ്ങളിത് നമ്മുടെ പുസ്തകത്തിൽ പെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇത് ഇതിലേക്ക് പുസ്തകത്തിലോട്ട് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ നാടകത്തിന് വേണ്ടിയാണ് ഈ പാട്ട് ഉണ്ടാക്കിയത്. അതെ. അല്ല അനേകർ ഇത് പാടണമെന്ന് എന്താ പറയാ ദൈവം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അല്ലെ. തീർച്ചയായിട്ടും ഇതിനൊന്നും മറിച്ചു വെക്കാൻ പാട്ടുകളില്ല എന്നുള്ളതാണ് സത്യം. ഈ മരണമില്ലാത്ത പാട്ടുകൾ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സിമ്പിൾ ആണല്ലോ, ആർക്കും പാടാം. ഗായകൻ വേണോ ഗായകനോ വേണോ നമ്മുടെ എന്താ പറയാ മാതാവിനോട് അത് പാടുമ്പോ ശരിക്കും നമ്മള് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു പ്രശസ്തമായ പാട്ടാണ് ജോബാൻ ജോർജിന്റെ സർവശക്തനായ ദൈവമേ നിന്നനന്ദ നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. ജോമാഷിനെ ഈ സമയം ഓർക്കുന്നു, നന്ദിയോട് നമസ്കരിക്കുന്നു. താങ്ക് യു. ജോമാഷിന്റെ മോനായി ജനിക്കാൻ ദൈവം നേർത്ത് ഭാഗ്യം സിദ്ധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. സന്തോഷം. തീർച്ചയായിട്ടും അജയ്ജന്റെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് സമയം പോയത് നമ്മൾ സത്യം പറഞ്ഞു തന്നെ അറിഞ്ഞില്ല. പക്ഷെ നമ്മുടെ എന്താ പറയാ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്, ഒരുപാട് പാട്ടുകൾ ഇനി കേൾക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഹാർട്ട് ഓഫ് ഹെവനിൽ വീണ്ടും അജയ്ജന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തും. ഇന്ന് ഹാർട്ട് ഓഫ് ഹെവൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണും വരെ നന്ദി, നമസ്കാരം.